ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾട്ടോയുടെ വൈപ്പർ എങ്ങനെ മാറ്റുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക കാറുകളുടെയും വൈപ്പർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വൈപ്പർ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് സൈസാണ്. ഞാൻ ആൾട്ടോയിലാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ മാരുതിയുടെ സർവീസ് സെന്ററിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾ സർവീസ് സെന്റർ അല്ലാതെ വേറെ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ ചിലപ്പോൾ വില കുറച്ചൊക്കെ കിട്ടും. സർവീസ് സെന്ററിൽ നിന്ന് തന്നെ മേടിക്കണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ 470 രൂപയാണ്. ഞാൻ ഇത് മാറ്റാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമൽ എല്ലാവരും വൈപ്പർ മാറ്റാനുള്ള കാര്യം തന്നെ നമ്മൾ വൈപ്പർ ഇടാനത് ഗ്ലാസ് അത്ര ക്ലീൻ ആവില്ല, അതുകൊണ്ടാണ് മാറ്റണം. ഇനി നമുക്ക് ഈ വൈപ്പർ എങ്ങനെ മാറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വലത് ഭാഗത്താണ് ആദ്യത്തെ മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിങ്ങനെ പൊക്കണം. അപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ഈ ഞെക്കുന്ന പോലത്തെ ഒരു ക്ലിപ്പാണ്. അത് കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് തരാം. ഈ വൈപ്പർ ഇങ്ങനെ നമ്മൾ നേരെ വെച്ചതിന് ശേഷം ഈ ക്ലിപ്പ് ഞെക്കിയിട്ട് താത്താൽ മതി. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഈ ക്ലിപ്പ് ഇവിടെ കാണുന്ന ഈ ക്ലിപ്പിലോട്ട് ഞെക്കിയിട്ട് പയ്യെ അങ്ങോട്ടൊന്ന് താത്താൽ മതി. അപ്പോൾ നമ്മൾ വൈപ്പർ ഊരി വരും. ഇതുപോലെ തന്നെ ഇടത് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പൊക്കിയതിന് ശേഷം ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം ആ ക്ലിപ്പ് വെച്ചിട്ട് പയ്യെ നമ്മൾ താഴത്തോട്ട് ഞെക്കുക. ചിലപ്പോൾ ഇത് തുരുമ്പെടുത്ത് ചെറിയ പാടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഫോഴ്സ് കൊടുത്ത് ഞെക്കുക. എന്നിട്ട് ഊരിയെടുത്ത് അതിന് ഊരി വരും. ഇനി നമുക്ക് അതിലോട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഈ വലിയ ഹോളുള്ള സ്ഥലത്താണ് നമ്മളവിടെ കയറ്റാനുള്ളത്. അതായത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കയറ്റണം. മുകളിലോട്ട് തിരിച്ചു വെച്ചതിന് ശേഷം കയറ്റണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. ഇത് ഈ വലിയ ഹോളുള്ള ഭാഗം നമ്മൾ അകത്തോട്ട് വെച്ചതിന് ശേഷം ഇത് പയ്യെ ഒന്ന് പൊക്കുക. അപ്പം ഇതിങ്ങനെ വെച്ച് എന്നിട്ട് മേളിലോട്ട് പയ്യെ. അപ്പോൾ നമ്മുടെ വൈപ്പർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വെച്ചായി സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ വലത് ഭാഗത്ത് വരുന്നത്. വലത് ഭാഗത്ത് അത് ഓർമ്മിച്ചിരുന്ന കാര്യം മനസ്സിലാവും. നമ്മളിന്ന് ഇടത് ഭാഗത്തുള്ളതാണ് വെക്കാൻ പോകുന്നത്. ഇടത് ഭാഗത്തും അതുപോലെ തന്നെ നമുക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ മേളിലോട്ട് ഉയർത്തുക. അത് ഏറ്റവും വലിയ ഹോളിൽ നിന്ന് പയ്യെ താത്തതിന് ശേഷം കുറച്ച് ചരിച്ച് വെച്ച് മേളിലോട്ട് പൊക്കി വയ്ക്കുക. അത്രയേ ഉള്ളൂ, സംഭവം റെഡിയായി. അപ്പം നമുക്കിനി ഇത് മാറ്റി വെച്ചതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2 വൈപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മൾ ഒട്ടുമിക്കുള്ള ഇപ്പോൾ ഉള്ള അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടികൾക്കെല്ലാം ഇത് തന്നെയായിരിക്കും. പഴയ വണ്ടികൾക്കെല്ലാം ഇത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.